നമസ്കാരം. നമ്മുടെ അന്തസ്രാവി ഗ്രന്ഥികൾ ഉൾപ്പെടുന്ന പാഠഭാഗമായ മൂന്നാമത്തെ പാഠത്തിൻ്റെ അടുത്ത ഒരു പാഠഭാഗത്തിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. വെൽക്കം ടു another part of the third chapter of Class 10 Biology about the endocrine glands. Here we are going to learn about the pituitary gland. Okay. Here in this picture it's shown the position of the pituitary gland. Here it is given enlarged. Okay. ഈ ചിത്രത്തിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ സ്ഥാനം തലച്ചോറിൻ്റെ ഭാഗത്ത് കാണിച്ചിരിക്കുകയാണ്. ഇവിടെ അത് വലുതാക്കി കാണിച്ചിരിക്കുന്നു. ഓക്കെ. ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് രണ്ട് ദളങ്ങളുണ്ട്. ഇത് മുൻദളം, ഇത് പിൻദളം. ഓക്കെ. There are two parts. Okay. There are two lobes for the pituitary gland. This is the anterior lobe and this is the posterior lobe. Okay, anterior pituitary and this is the posterior pituitary lobe. And here it is hypothalamus. Hypothalamus inde continuation ആയിട്ട് തുടർച്ചയായിട്ടാണ് നമ്മൾ pituitary gland കാണുന്നത്. Okay, hypothalamus, it's the pituitary is seen as a continuation of the hypothalamus. So it is very clear from this picture. അപ്പം അതിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ it is attached to the base of the hypothalamus of the brain by a thin stalk. ഹൈപ്പോതലാമസിൻ്റെ താഴെയായിട്ട് കാണപ്പെടുന്നു. ഓക്കെ. it is attached to the hypothalamus by a stalk-like structure. The pituitary plays an important role in the growth of the body. പിറ്റ്യൂട്ടറി ഗ്രന്ഥി നമ്മുടെ ശാരീരിക വളർച്ചയ്ക്ക് വളരെ പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നു. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ കാണുകയാണ്. ഇത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളവും ഇത് പിൻദളവുമാണ്. ഓക്കെ, അത് ഓർത്തിരിക്കണം. നമ്മൾ ഇത് പാഠഭാഗം മുന്നോട്ട് പോകുമ്പോൾ ഈ ഓരോ ദളവും ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. ഓക്കെ. നൗ നമുക്ക് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ച് നോക്കാം. ലെറ്റ്സ് സീ ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. Pituitary gland, it has two lobes, as you know. One is the anterior lobe and the other one is the posterior lobe. Here you can see this is the anterior lobe and this is the posterior lobe. Now the anterior lobe secretes certain hormones. They are, here it is listed, the hormones: thyroid stimulating hormone or TSH, adrenocorticotropic hormone or ACTH, gonadotrophic hormone GTH, growth hormone or somatotropin GH or STH, and prolactin. Okay, these are the hormones secreted by the anterior lobe, and the posterior lobe secretes two hormones. They are oxytocin and another one vasopressin. Vasopressin is also called ADH, anti-diuretic hormone. Keep in mind that these two hormones are actually not produced from this posterior lobe, but they are produced by the hypothalamus. Certain special neurosecretory glands in the hypothalamus, they secrete these hormones. Okay, and these are stored in the posterior lobe of the pituitary gland. The pituitary gland only stores these hormones and releases whenever in need. ഓക്കെ. സോ അതെ, പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് രണ്ട് ദളങ്ങളുണ്ട് നമ്മൾ പഠിച്ചു. ഒന്ന് മുൻദളമാണ്, പിൻദളമാണ്. നമ്മൾ ഇവിടെ കണ്ടു, ഇത് മുൻദളം, ഇത് പിൻദളം. ഓക്കെ. ഇനി മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ എന്ന് പറയുന്നത് ഒന്ന് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ TSH, മറ്റൊന്ന് അഡ്രീനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ അല്ലെങ്കിൽ ACTH, മറ്റൊന്ന് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ GTH, മറ്റൊന്ന് വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിൻ, അതിനെ GH, ഗ്രോത്ത് ഹോർമോൺ എന്നുള്ള അതിൻ്റെ ഷോർട്ട് ഫോമായി GH എന്നും STH അറിയപ്പെടുന്നു. മറ്റൊന്ന് പ്രൊലാക്റ്റിൻ. ഈ ഹോർമോണുകളാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ പറഞ്ഞ 5 ഹോർമോണുകളാണ് മുൻദളം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി പിൻദളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഓക്സിറ്റോസിൻ, മറ്റൊന്ന് വാസോപ്രസിൻ. വാസോപ്രസിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ADH അല്ലെങ്കിൽ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയും.
ഈ രണ്ട് ഹോർമോണുകൾ ഓക്സിറ്റോസിനും വാസോപ്രസിനും യഥാർത്ഥത്തിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതല്ല. യഥാർത്ഥത്തിൽ അത് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിച്ചിട്ട് അത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ സംഭരിച്ചു വയ്ക്കുകയും അത് ആവശ്യമുള്ളപ്പോൾ രക്തത്തിലേക്ക് കലർത്തുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ രണ്ട് ദളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പറയും. നമ്മൾ തുടർച്ചയായിട്ട് പോകുമ്പോൾ നമ്മൾ പറയും, നിങ്ങൾ അറിയും കൂടുതൽ. ഓക്കെ, ഇനി ഗ്രോത്ത് ഹോർമോൺ ഓർ സൊമാറ്റോട്രോപിൻ GH ഓർ സൊമാറ്റോട്രോപിക് ഹോർമോൺ STH, വളർച്ചാ ഹോർമോൺ. ഓക്കെ, it is the hormone that promotes growth of the body during the growth phase. നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചാഘട്ടത്തിൽ ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് വളർച്ചാ ഹോർമോൺ. ഓക്കെ, നമ്മുടെ ശരീരം കുഞ്ഞായിട്ട് നമ്മൾ വളർന്ന് വരത്തില്ല. ആ വളർച്ചാഘട്ടത്തിൽ ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണിൻ്റെ പേരാണ് വളർച്ചാ ഹോർമോൺ. The growth hormone is the hormone that promotes growth of the body during the growth phase. അപ്പം ഗ്രോത്ത് ഹോർമോണിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. നമുക്ക് നോക്കാം ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ അബ്നോർമൽ സെക്രീഷൻ ഉണ്ടായാൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. സാധാരണ നിലയിലല്ലാത്ത വളർച്ചാ ഹോർമോണിൻ്റെ ഉൽപ്പാദനം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്പർ ഫസ്റ്റ്, ഓക്കെ, ദ അബ്നോർമൽ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ, ഓവർ സെക്രീഷൻ ആൻഡ് അണ്ടർ സെക്രീഷൻ. So what happens during the over secretion and what happens when it is under secreted? Okay, now the over secretion we learn in two heads. Number one is the over secretion during the growth phase and over secretion during the adulthood or after the growth phase. During the adulthood there is no growth occurs. Okay, so if the over secretion of the growth hormone happens during the growth phase, what happens? The growth will be increased manifold. Okay, and that condition is what is called gigantism. Here you can see see this is the example for that gigantism. Okay, now if the over secretion that happens during adulthood, that leads to another condition that is called acromegaly. Here comes that condition, acromegaly. Okay, so we are going to learn that later. Okay, now so over secretion in growth phase causes gigantism, and over secretion in adulthood or after the growth phase that causes acromegaly. Now under secretion that affects during the growth phase only, isn't it? So that condition is what is called dwarfism. Okay, when the growth hormone is not secreted in proper amount, in enough amount during the growth phase of an organism, okay, of a human being, that causes dwarfism. You can see here, this is a dwarf. Okay, now see, സാധാരണ നിലയിലല്ലാത്ത വളർച്ചാ ഹോർമോണിൻ്റെ ഉൽപ്പാദനമാണ് നമ്മൾ പറയുന്നത്. അമിതോൽപാദനവുമുണ്ട്, ഉൽപ്പാദനക്കുറവുമുണ്ട്. ഓക്കെ, രണ്ട് രീതിയിലാണല്ലോ സാധാരണ നിലയിലല്ലാത്തത്. നോർമൽ നിന്ന് കുറവും നോർമൽ നിന്ന് കൂടുതലും. അപ്പം അമിതോൽപാദനം ഉണ്ടാകുന്നത് വളർച്ചാഘട്ടത്തിലാണെങ്കിൽ അത് ആ വ്യക്തിയുടെ വളർച്ച ഭയങ്കരമായിട്ട് കൂട്ടുകയും അതിനെ ഭീമാകാരത്വം എന്ന് പറയുകയും, നിങ്ങൾ നേരത്തെ പടം കണ്ടു. അത് അമിതോൽപാദനം വളർച്ചാഘട്ടത്തിന് ശേഷം മുതിർന്നവരിലാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ഉണ്ടാക്കുന്ന മറ്റൊരു കണ്ടീഷനാണ് അക്രോമഗലി. അപ്പോൾ ഓർത്തിരിക്കണം, അമിതോൽപാദനം വളർച്ചാഘട്ടത്തിലാണെങ്കിൽ അതിനെ ഭീമാകാരത്വവും, അമിതോൽപാദനം വളർച്ചാഘട്ടത്തിന് ശേഷം മുതിർന്നവരിലാണെങ്കിൽ അക്രോമഗലി എന്ന അവസ്ഥയുമാണ് ഉണ്ടാക്കുന്നത്. ഇനി വളർച്ചാ ഹോർമോണിൻ്റെ ഉൽപ്പാദനക്കുറവ് വളർച്ചാഘട്ടത്തിലുണ്ടായാൽ അതുണ്ടാക്കുന്ന അവസ്ഥയാണ് വാമനത്വം. ഓക്കെ, വളർച്ചാ ഹോർമോണിൻ്റെ ഉൽപ്പാദനക്കുറവ് ഒരു വ്യക്തിയുടെ വളർച്ചാഘട്ടത്തിലാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ഉണ്ടാക്കുന്ന കാരണമാകുന്ന ഒരു അവസ്ഥയാണ് വാമനത്വം. ആ ചിത്രം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിനെയും കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. അപ്പം നമ്മളിവിടെ പറഞ്ഞു ഓവർ സെക്രീഷൻ ഡ്യൂറിങ് ദ ഗ്രോത്ത് ഫേസ്, അമിതോൽപാദനം വളർച്ചാഘട്ടത്തിൽ ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം. അതാണ് ഭീമാകാരത്വം. ഓക്കെ, gigantism. It is the excessive growth of the body due to over secretion of growth hormone during the growth phase is called
gigantism. I'm sorry, here it is gigantism. Okay, it should be gigantism. Okay, so what is gigantism? The excessive growth of the body due to the over secretion of growth hormone during growth phase is called gigantism. അതാണ് ഭീമാകാരത്വം. വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിതോൽപാദനം അമിതമായ ശരീര വളർച്ചയ്ക്ക് കാരണമാകുന്നു. ഈ അവസ്ഥയ്ക്ക് ഭീമാകാരത്വം എന്ന് പറയുന്നു. സോ യു നോ വാട്ട് ഈസ് gigantism. എന്താണ് ഭീമാകാരത്വം നിങ്ങൾക്ക് മനസ്സിലായി. വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോണിന്റെ അമിതോൽപാദനം അമിതമായ വളർച്ചയ്ക്ക് ശരീര വളർച്ചയ്ക്ക് കാരണമാകുന്നു. ഈ അവസ്ഥയ്ക്ക് നമ്മൾ ഭീമാകാരത്വം എന്ന് പറയുന്നു. ഇത് ഭീമാകാരത്വത്തിന് ഉദാഹരണമാണ്. ഓക്കെ, ഇനി എന്താണ് ഡ്വാർഫിസം എന്ന് നോക്കാം. ദി അണ്ടർ സെക്രീഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ ഡ്യൂറിംഗ് ദ ഗ്രോത്ത് ഫേസ് causes stunted growth. This condition is called dwarfism. ഓക്കെ, വാമനത്വം എന്താണ്? വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനക്കുറവ് വളർച്ച മുരടിക്കുന്നതിന് കാരണമാകുന്നു. ഈ അവസ്ഥയാണ് വാമനത്വം. ഇത് രണ്ടും ഉണ്ടാകുന്നത് ഒന്ന് സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദന കൂടുതലും മറ്റൊന്ന് സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദന കുറവും എപ്പോഴാണ്? വളർച്ചാഘട്ടത്തിൽ. Both this condition occurs due to the oversecretion and undersecretion of growth hormone during the growth phase. Okay, ഗ്രോത്ത് ഫേസിൽ ഇതിന്റെ കൂടുതലുണ്ടായാലാണ് ഏതാണ് ജൈജാൻറ്റിസവും, ഗ്രോത്ത് ഫേസിൽ അതിന്റെ അളവ് കുറഞ്ഞാലാണ് വാമനത്വം ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? നൗ അടുത്തിലേക്ക് പോകാം. നെക്സ്റ്റ് കണ്ടീഷൻ അക്രോമഗലി. നമ്മളത് പറഞ്ഞു. ഗ്രോത്ത് ഫേസിന് ശേഷം അഡൽട്ട്ഹുഡിൽ സൊമാറ്റോട്രോപ്പിന്റെ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോണിന്റെ വളർച്ചാ ഹോർമോണിന്റെ ഉൽപാദനം കൂടുതൽ ഉണ്ടാക്കുന്ന അവസ്ഥയാണ് അക്രോമഗലി. Acromegaly, this is a condition caused due to the overproduction of growth hormone after the growth phase, okay, or during the adulthood, and it is characterized by the growth of the bones of the face, jaws, okay, fingers, etc. Okay, വളർച്ചാ ഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ അല്ലെങ്കിൽ വളർച്ചാ ഹോർമോണിന്റെ അമിതോൽപാദനം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവയുടെ അസ്ഥികൾ വളരുന്ന അവസ്ഥയുണ്ടാക്കുന്നു. ഇതിനെയാണ് അക്രോമഗലി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അക്രോമഗലി എന്ന് നിങ്ങൾക്കറിയാം. ഗ്രോത്ത് ഹോർമോണിന്റെ ഉൽപാദനം കൂടുതൽ വളർച്ചാഘട്ടത്തിന് ശേഷം ഉണ്ടാകുമ്പോൾ ശരീരത്തിലെ ചില അസ്ഥികളുടെ, മുഖത്തിലെയും താടിയിലെയും വിരലുകളുടെയും ഒക്കെ അസ്ഥികൾ വളരുകയും, ഓക്കെ, ആ അവസ്ഥയ്ക്കാണ് അക്രോമഗലി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ജൈജാൻറ്റിസം അല്ലെങ്കിൽ ഭീമാകാരത്വം, എന്താണ് ഡ്വാർഫിസം അല്ലെങ്കിൽ വാമനത്വം, എന്താണ് അക്രോമഗലി എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, നൗ ദ ഹോർമോൺസ് ഫ്രം ദി ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ആൻഡ് ദിയർ ഫങ്ഷൻസ്. ഗ്രോത്ത് ഹോർമോൺ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞുള്ള ബാക്കി ഹോർമോണുകൾ ഒരു ചാർട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, here there is a chart that shows the hormones secreted by the anterior lobe of pituitary and their functions. Thyroid stimulating hormone, short from TSH. As the name indicates, it stimulates the thyroid gland. It stimulates the activity of the thyroid gland. Now, adrenocorticotropic hormone, adrenal cortex. Last time in the last part we have learned about adrenal gland and its adrenal cortex we have learned. Okay, so this hormone stimulates the activity of the adrenal cortex. Stimulates the activity of the adrenal cortex. You can find out the function from the name itself. Now, gonadotropic hormone, GTH, it stimulates the activity of the gonads. What are gonads? Gonads are the ovaries and testes. The testes in males and the ovaries in females are the gonads. Okay? Now, growth hormone or GH, it's also called somatotropic hormone or somatotropin, STH. It promotes growth of the body. We have already mentioned about that in detail. Now, another one is prolactin. Okay, lactogen, okay, you know that. Lactose, it's all related with milk sugar, okay, milk protein and all. So, it helps in the production of milk,
Okay, in mammals, prolactin helps for the production of milk. Okay, during the later stages of pregnancy, during the motherhood. Okay, prolactin. So sometimes this table can be asked for the exam by giving some gaps in this table. You may be asked to fill it up. Okay, so you should be familiar with this table. പിറ്റ്യൂട്ടറിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും അവയുടെ ധർമ്മവും എന്ന് പറഞ്ഞ ഒരു ടേബിൾ പട്ടിക തന്നിട്ടുണ്ട്. ഈ പട്ടികയിൽ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഹോർമോണുകൾ, അവയുടെ ധർമ്മവും. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയാണ് ഈ ഹോർമോണിൻ്റെ ജോലി. അപ്പോൾ അടുത്ത ഹോർമോണിൻ്റെ പേര് അഡ്രിനോകോർട്ടിക്കോട്രോപിക് ഹോർമോണാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചു, അഡ്രീനൽ ഗ്രന്ഥിയെ പഠിച്ചു. അഡ്രീനൽ ഗ്രന്ഥിയുടെ അതിൻ്റെ മുകൾ ഭാഗം അഡ്രീനൽ കോർട്ടെക്സ് എന്ന് പഠിച്ചു. ആ അഡ്രീനൽ കോർട്ടെക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയാണ് ഈ ഹോർമോണിൻ്റെ ജോലി. മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഗൊണാഡോട്രോപിക് ഹോർമോൺ എന്ന് പറയുമ്പോൾ അത് ഗൊണാഡ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? ലൈംഗിക അവയവങ്ങളാണ്. പുരുഷന്മാരിൽ വൃഷണങ്ങളും സ്ത്രീകളിൽ അണ്ഡാശയവും, അതാണ് ഗൊണാഡ്സ്. അപ്പോൾ ഈ അവയവങ്ങളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയാണ് ഗൊണാഡോട്രോപിക് ഹോർമോൺ. ഇനി വളർച്ചാ ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ അല്ലെങ്കിൽ STH എന്ന് പറയും. അത് ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു. ഓക്കെ, അതിൻ്റെ ഉൽപാദനക്കുറവും കൊണ്ടുണ്ടാകുന്ന വൈകല്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ഓക്കെ മുലപ്പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട ഹോർമോണാണ്. ഓക്കെ, അപ്പം പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചല്ലോ. ഇനി ഇവിടെയൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ ഇതിനെല്ലാത്തെല്ലാം തൈറോട്രോപിക് ഹോർമോൺ, കോർട്ടിക്കോട്രോപിക് ഹോർമോൺ, ഗൊണാഡോട്രോപിക് ഹോർമോൺ ഒക്കെ നമ്മൾ പഠിച്ചു. യു ഹാവ് ലേൺ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, കോർട്ടിക്കോട്രോപിക് ഹോർമോൺ, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഓൾസോ കാൾഡ് തൈറോട്രോപിക് ഹോർമോൺ എന്ന് പറയും. ഗൊണാഡോട്രോപിക് ഹോർമോൺ ഓക്കെ ഗൊണാഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തന്നെ അത്. ഇറ്റ് ഈസ് ഗ്രോത്ത് ഹോർമോൺ, somatotropic hormone. Okay, so what does that mean? Tropic hormones, the hormones that influence the activity of other endocrine glands are called tropic hormones or simply tropins. നമ്മൾ ഇവിടെയൊക്കെ പഠിച്ചില്ലേ, അഡ്രീനോകോർട്ടിക്കോട്രോപിക് ഹോർമോൺ എന്ന് പറയുന്നത് അഡ്രീനൽ ഗ്രന്ഥിയെയാണ് ഉത്തേജിപ്പിക്കുന്നത്. അതായത് ഒരു ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ. ഓക്കെ, ഹോർമോണുകൾ എന്താണ്? ഗ്രന്ഥികളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അന്തസ്രാവി ഗ്രന്ഥികൾ. അത് മറ്റൊരു അന്തസ്രാവി ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെയാണ് അത് സ്വാധീനിക്കുന്നത്. മനസ്സിലായില്ലേ? ഹിയർ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സെക്രീറ്റഡ് ബൈ ദ പിറ്റ്യൂട്ടറി, ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ ആക്ടിവിറ്റി ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്. ദാറ്റ് മീൻസ് എ ഹോർമോൺ സെക്രീറ്റഡ് ബൈ എ ഗ്ലാൻഡ് stimulates the activity of another endocrine gland. So such hormones that influence the activity of other endocrine glands are called tropic hormones or tropins. Example, gonadotropic hormone, somatotropic hormone, adrenocorticotropic hormone. Okay, മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ഹോർമോണുകളെ ട്രോപ്പിക് ഹോർമോണുകൾ എന്ന് പറയുന്നു. ഒരു ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ മറ്റൊരു ഗ്രന്ഥിയുടെ അല്ലെങ്കിൽ ഒരു അന്തസ്രാവി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ മറ്റൊരു അന്തസ്രാവി ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെയാണ് ബാധിപ്പിക്കുന്നത്. അതിൻ്റെ ടാർഗറ്റ് ഓർഗൻസ് എന്ന് പറയുന്നത് അന്തസ്രാവി ഗ്രന്ഥികളാണ്. അങ്ങനെയുള്ള ഹോർമോണുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രോപ്പിക് ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം ഗൊണാഡോട്രോപിക് ഹോർമോൺ. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് ട്രോപ്പിക് ഹോർമോൺസ് എന്ന്. ഓക്കെ, അല്ലെങ്കിൽ ട്രോപ്പിൻസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം. നിങ്ങളിത് പഠിച്ചു പോകുമ്പോൾ ഇത് നിങ്ങൾ അറിയാതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങളുടെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഓക്കെ, സോ യു ഷുഡ് നോ വാട്ട് ആർ ട്രോപ്പിക് ഹോർമോൺസ്. അവയൊക്കെ എന്തുകൊണ്ട് നിങ്ങൾ ട്രോപ്പിക് ഹോർമോൺ എന്ന് വിളിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പം നമ്മൾ പിറ്റ്യൂട്ടറിയുടെ മുൻതളവുമായി ബന്ധപ്പെട്ട ഹോർമോണുകളെക്കുറിച്ചാണ് ഇന്ന് പഠിച്ചത്. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പിറ്റ്യൂട്ടറിയുടെ സ്ഥാനം പഠിച്ചു. ഹൈപ്പോതലാമസിൻ്റെ താഴെയായിട്ട് കാണുന്നു. അതിന് രണ്ട് ദളങ്ങളുണ്ട്, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയും പോസ്റ്റീരിയർ ലോബും ഉണ്ട്. ഓക്കെ, പിന്നീട് നമ്മൾ ഓരോ ദളവും ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെക്കുറിച്ച് പഠിച്ചു. മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെക്കുറിച്ച് പഠിച്ചു. പിന്തളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെക്കുറിച്ച് പഠിച്ചു. ഓക്കെ, മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. TSH, ACTH, GTH, STH ആൻഡ് പ്രൊലാക്റ്റിൻ. പിന്തളം ഉൽപ്പാദിപ്പിക്കുന്നത് ഓക്സിറ്റോസിനും വാസോപ്രസിനുമാണെന്ന് പഠിച്ചു.
ഇത് പിന്തളം ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറയുന്നെങ്കിൽ പിന്തളം അല്ല അത് ഉൽപ്പാദിപ്പിക്കുന്നത്, ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്നത് പിന്തളം അത് സംഭരിച്ചു വെക്കുകയാണെന്നും നിങ്ങൾ പഠിച്ചു. ഓക്കെ. പിന്നീട് നമ്മൾ വളർച്ചാ ഹോർമോണിനെ കുറിച്ച് പഠിച്ചു. ശരീര വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണുകളാണ്. GH എന്നും STH എന്നും പറയും, സൊമാറ്റോട്രോപ്പിൻ എന്ന് പറയും. അതിൻ്റെ അമിതോൽപാദനം വളർച്ചാഘട്ടത്തിൽ ഭീമാകാരത്വം എന്ന അവസ്ഥയും, അമിതോൽപാദനം വളർച്ചാഘട്ടത്തിന് ശേഷമാണെങ്കിൽ അക്രോമകലി എന്ന അവസ്ഥയും, അതിൻ്റെ ഉൽപാദനക്കുറവ് വളർച്ചാഘട്ടത്തിലാണെങ്കിൽ വാമനത്വം എന്ന അവസ്ഥയും കാരണമാകും നമ്മൾ പഠിച്ചു. എന്താണ് ഭീമാകാരത്വം എന്ന് നമ്മൾ പഠിച്ചു, എന്താണ് വാമനത്വം എന്ന് നമ്മൾ പഠിച്ചു, എന്താണ് അക്രോമകലി എന്ന് പഠിച്ചു. പിന്നീട് നമ്മൾ ട്രോപ്പിക് ഹോർമോൺസ് ഏതൊക്കെയാണെന്നും മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന മറ്റ് ഹോർമോണുകളെ കുറിച്ച് പഠിച്ചു. ഓക്കെ. ഇവയെല്ലാം മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെയാണ് അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും അവയുടെ പ്രവർത്തനത്തെയാണ് ബാധിക്കുന്നതെന്നും പഠിച്ചു. അതുകൊണ്ട് തന്നെയാണ് അവയ്ക്ക് ട്രോപ്പിക് ഹോർമോണുകളെന്ന് പേര് വന്നതെന്നും പഠിച്ചു നമ്മൾ, അല്ലെങ്കിൽ അവയെ ട്രോപ്പിൻ എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും ഹൈപ്പോതലാമസ് തുടങ്ങിയ ഗ്രന്ഥികളെക്കുറിച്ചും പഠിക്കാം. ഓക്കെ. നിങ്ങൾ പുസ്തകം വായിക്കുക, നല്ലതുപോലെ പുസ്തകം വായിക്കണം. പുസ്തകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരാം. ഓക്കെ. ഈ പറഞ്ഞ ടേബിൾ നിങ്ങൾ നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി വെക്കണം. ഇതിൽ നിന്നും ചോദ്യങ്ങളുണ്ടാകാം. ഓക്കെ. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. യു ഹാവ് എ ഗ്രേറ്റ് ഡേ.